അബുദാബിയിലെ ഒരു സർവകലാശാലയിൽ നിന്നും പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതിന് ഒരു വിദ്യാർത്ഥിയെ നാടുകടത്തി. അബുദാബിയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ ബിരുദദാന ചടങ്ങിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കാർഫ് ധരിച്ച് ഡിപ്ലോമ സ്വീകരിക്കാൻ സ്റ്റേജിലൂടെ നടക്കുമ്പോൾ ആ വിദ്യാർത്ഥി ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചു. ആ PhD വിദ്യാർത്ഥിയെ അപ്പോൾ തന്നെ ജയിലിൽ അടച്ചിരുന്നു. മെയ് മാസത്തിലായിരുന്നു ബിരുദദാന ചടങ്ങ്. വിചാരണ നടപടികൾക്ക് ശേഷം വിദ്യാർത്ഥിയെ ഇപ്പോൾ നാടുകടത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ ക്യാമ്പസിൽ പാലസ്തീൻ പതാക പ്രദർശിപ്പിക്കുന്നതും സ്കാർഫുകൾ ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും നിരോധിച്ചിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികളെ അറിയിച്ചിരുന്നതാണ്. ഹമാസ് എന്നത് ഒരു ഭീകര സംഘടനയാണെന്നും അതിനെ പോഷിപ്പിച്ച് വളർത്തി വലുതാക്കിയത് അവിടുത്തെ ജനങ്ങളാണെന്നും ആ ജനങ്ങൾ തന്നെയാണ് ഹമാസ് എന്നും അബുദാബി എന്ന ഒരു അറബ് രാജ്യത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അബുദാബി പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തതും. ഇന്നത്തെ ആധുനിക കാലത്ത് ഈ മതഭീകരതയ്ക്ക് അനുകൂലമായി നിന്നാൽ രാജ്യവും ജനങ്ങളും തന്നെ ഇല്ലാതാകുമെന്നും അവർക്ക് നന്നായി അറിയാം. ഇന്ത്യയിലെ പാർലമെന്റിൽ ഇന്ത്യ കോടികൾ മുടക്കി കോടികൾ ചെലവിനത്തിലും കൊടുത്ത് പാർലമെന്റിൽ എത്തിച്ച ഒവൈസി എന്ന ഹൈദരാബാദുകാരൻ ഭാരത് മാതാ കി ജയ് എന്നല്ല പറഞ്ഞത്, ജയ് പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങളെ അപമാനിച്ചിട്ട് പോലും ഇന്നുവരെ അയാൾക്കെതിരെ ഒരു സർക്കാരും നടപടിയെടുത്തിട്ടില്ല. കേരളത്തിൽ ഹമാസിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ച് പാലസ്തീന്റെ വസ്ത്രവും പതാകയും പിടിച്ച് പ്രകടനം നടത്തി ഭീകരാവസ്ഥ സൃഷ്ടിച്ചിട്ട് പോലും ഒരു നിയമ നടപടിയും ആ ആൾക്കാർക്കെതിരെ ഇതുവരെ സർക്കാർ എടുത്തു കണ്ടിട്ടില്ല. ഇന്ത്യയിലെ ജനാധിപത്യം എന്നത് എല്ലാ നാട്ടിലെയും കൊള്ളരുതായ്മകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള സ്വാതന്ത്ര്യമല്ല. അതിന് ശ്രമിക്കുന്നവർ രാജ്യദ്രോഹികളാണ്.